അമേരിക്കയും ഇറാനും തമ്മിലുള്ള പരോക്ഷ പോരാട്ടങ്ങൾ വൻതോതിൽ വർദ്ധിച്ചു വരുന്നതിനിടയിൽ ലോകത്തെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് പുതിയ നീക്കവുമായിട്ട് എത്തിയിരിക്കുകയാണ് ട്രംപ് ഭരണകൂടം. ഇറാനെ മാത്രം ലക്ഷ്യമിട്ടല്ല, മറിച്ച് ലോകത്തിലെ മുഴുവൻ സ്വതന്ത്ര രാജ്യങ്ങൾക്കുമെതിരെയുള്ള ഒരു തുറന്ന യുദ്ധപ്രഖ്യാപനമാണ് അമേരിക്ക ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഇറാൻ ആരോപിക്കുന്നുണ്ട്. രാജ്യങ്ങളുടെ പരമാധികാരത്തിന് മേൽ കടന്നു കയറാനുള്ള അമേരിക്കയുടെ കുതന്ത്രങ്ങൾ ലോകസമാധാനത്തിന് തന്നെ വൻ ഭീഷണിയാകുന്നു എന്നാണ് ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് എസ്മേൽ ബഗായി മുന്നറിയിപ്പ് നൽകിയത്. UN അംഗരാജ്യങ്ങളുടെ പരമാധികാരത്തെ തച്ചുടച്ചുകൊണ്ട് സ്വന്തം അധികാരം അടിച്ചേൽപ്പിക്കാനാണ് ട്രംപ് ഇപ്പോൾ ശ്രമിക്കുന്നത്. ഒരു പ്രകോപനവുമില്ലാതെ ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ തകർക്കാൻ ശ്രമിക്കുന്ന അമേരിക്കൻ നടപടി അന്താരാഷ്ട്ര നിയമങ്ങളുടെയും UN ചാർട്ടറിന്റെയും നഗ്നമായ ലംഘനമാണെന്ന് ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് പ്രസ്താവന അറിയിച്ചിട്ടുണ്ട്. UN അംഗരാജ്യങ്ങളുടെ പരമാധികാരത്തിന് മേൽ തങ്ങളുടെ അധികാരം അടിച്ചേൽപ്പിക്കാനാണ് അമേരിക്ക നാൾക്കുനാൾ ശ്രമിക്കാറുള്ളത്. സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുന്ന വിദേശ ബാങ്കുകളെയും വ്യവസായങ്ങളെയും മൂന്നാം രാജ്യവുമായുള്ള നിയമപരമായ കച്ചവടത്തിൽ നിന്നും വിലക്കുവാൻ അമേരിക്കയ്ക്ക് യാതൊരു നിയമപരമായ അവകാശമില്ല. UN ചാർട്ടറിലെ ആർട്ടിക്കിൾ 2 ഉറപ്പു നൽകുന്ന രാജ്യങ്ങളുടെ പരമാധികാര സമത്വം എന്ന അടിസ്ഥാന തത്വത്തെ തച്ചുടയ്ക്കുന്നതാണ് അമേരിക്കയുടെ ഏകപക്ഷീയമായ ഈ അടിച്ചമർത്തലുകൾ. സാമ്പത്തിക ബലപ്രയോഗത്തിലൂടെ മറ്റ് രാജ്യങ്ങളെ കീഴ്പ്പെടുത്താനുള്ള അമേരിക്കയുടെ ശ്രമം അന്താരാഷ്ട്ര തലത്തിൽ വലിയൊരു കുറ്റകൃത്യം തന്നെയാണ്. വിദേശ സ്ഥാപനങ്ങളെയും തുറമുഖങ്ങളെയും ഭീഷണിപ്പെടുത്തി മറ്റ് രാജ്യങ്ങളുടെ സ്വാതന്ത്ര്യത്തെ അമേരിക്കൻ താൽപര്യങ്ങൾക്ക് അനുസൃതമായിട്ട് വെട്ടിച്ചുരുക്കുന്നതിന് തുല്യമാണ്. അമേരിക്കയുടെ ഇല്ലാത്ത അധികാരം ഉപയോഗിച്ചുള്ള ഇത്തരം ന്യായമായ സമ്മർദ്ദങ്ങൾക്ക് അന്താരാഷ്ട്ര സമൂഹം വഴങ്ങുകയാണെങ്കിൽ അത് ലോകരാജ്യങ്ങളുടെ സ്വയം ഭരണാധികാരത്തിന്റെ സമ്പൂർണ്ണ തകർച്ചയിലേക്ക് വഴിവെക്കുമെന്ന് ഇറാനും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ആഗോളതലത്തിൽ പൂർണ്ണമായ ഒരു പുതിയ കൊളോണിയലിസം പുനഃസ്ഥാപിക്കാനാണ് ട്രംപ് ഭരണകൂടം ശ്രമിക്കുന്നത്. ഇതിനെതിരെ ലോകരാജ്യങ്ങൾ ഒന്നിക്കണമെന്നും തങ്ങളുടെ പരമാധികാരം സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുമെന്നും ഇറാൻ വ്യക്തമാക്കി കഴിഞ്ഞു. സാമ്പത്തിക ഉപരോധങ്ങൾ കൊണ്ട് ഇറാനെ വീഴ്ത്താൻ കഴിയില്ല എന്ന് മനസ്സിലായതോടെ സൈനിക ശക്തി ഉപയോഗിക്കുമെന്ന ഭീഷണിയുമായിട്ട് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിട്ടുമുണ്ട്. ഇറാൻ സമാധാനപരമായ കരാറിന് തയ്യാറാകുന്നില്ല എന്നാണ് ട്രംപിന്റെ ആരോപണം. എന്നാൽ സ്വന്തം രാജ്യത്തിന്റെ പരമാധികാരവും അഭിമാനവും അടിയറവയ്ക്കുന്ന തരത്തിൽ യാതൊരു നയതന്ത്ര അടിച്ചമർത്തലിനും തയ്യാറല്ല എന്ന കൃത്യമായ സന്ദേശമാണ് ഇറാൻ അമേരിക്കയ്ക്ക് മുന്നിൽ നൽകുന്നത്. ഇറാന് പണമില്ല എന്നും വ്യോമസേന നാവികസേനയോ പ്രവർത്തിക്കുന്നില്ല എന്നും സൈന്യത്തിന് ശമ്പളം നൽകാൻ കഴിയുന്നില്ല എന്നതടക്കമുള്ള തെറ്റായ പ്രചാരണങ്ങൾ ട്രംപ് മാധ്യമങ്ങൾക്ക് മുന്നിൽ അഴിച്ചുവിടുന്നുണ്ട്. 350% പണപ്പെരുപ്പമുണ്ട് എന്ന് കാണിച്ച് ഇറാന്റെ പ്രതിരോധ വീര്യത്തെ തരം താഴ്ത്താൻ അമേരിക്കൻ പ്രസിഡന്റ് ശ്രമിക്കുകയാണ്. എന്നാൽ അമേരിക്ക വർഷങ്ങളായിട്ട് തുടരുന്ന ക്രൂരമായ ഉപരോധങ്ങൾ അതിജീവിച്ചുകൊണ്ടാണ് ഇറാൻ ഇന്നും മുന്നോട്ട് പോകുന്നത് എന്ന യാഥാർത്ഥ്യം അമേരിക്ക മറച്ചുവെക്കുകയുമാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധസമാനമായ സാഹചര്യങ്ങൾ 6 മാസത്തോളമായി തുടരുമ്പോഴും വിട്ടുവീഴ്ചയില്ലാത്തതും അഹങ്കാരപൂർണവുമായ നിലപാടാണ് അമേരിക്ക തുടരുന്നത്. ഇറാന്റെ പതനം സ്വപ്നം കാണുന്ന അമേരിക്കൻ ഭരണകൂടത്തിന് മുന്നിൽ പരാജയം സമ്മതിക്കാൻ ഇറാൻ തയ്യാറല്ല. വൻ ശക്തി എന്ന പദവി ഉപയോഗിച്ച് രാജ്യങ്ങളെ ഭയപ്പെടുത്താമെന്ന ട്രംപിന്റെ മോഹം ഇറാന്റെ പ്രതിരോധത്തിന് മുന്നിൽ തകരുകയാണ്. അമേരിക്കൻ വിരുദ്ധ പോരാട്ടങ്ങൾക്കിടയിലും രാജ്യത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷഷ്ക്യാൻ തികഞ്ഞ യാഥാർത്ഥ്യ ബോധത്തോടെയാണ് കാണുന്നത്. യുദ്ധവും സാമ്പത്തിക ഉപരോധങ്ങളും ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെ ബാധിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം തുറന്നു സമ്മതിച്ചു. ജനങ്ങളുടെ അതൃപ്തി പരിഹരിക്കാനും ഭരണ സംവിധാനം കൂടുതൽ മെച്ചപ്പെടുത്തുവാനും ഇറാൻ ഭരണകൂടം പ്രതിജ്ഞാബദ്ധമാണ്. ഈ അനാവശ്യ യുദ്ധം അവസാനിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് സംസാരിക്കവേ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷഷ്ക്യാൻ അമേരിക്കൻ ഭരണകൂടത്തിന്റെ വികൃതമായ മുഖം ലോകത്തിന് മുന്നിൽ തുറന്നു കാണിച്ചു. എല്ലാ നിയന്ത്രണങ്ങളും ലംഘിച്ച് അമേരിക്ക ഇറാന്റെ സ്കൂളുകളെയും ആശുപത്രികളെയും ജനങ്ങൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളുമാണ് ആക്രമിച്ചത്. ഈ ക്രൂരതകൾ കാരണം അമേരിക്ക ഇന്ന് ലോകമെമ്പാടും വെറുക്കപ്പെട്ട ഒരു രാജ്യമായി മാറിയിരിക്കുകയാണ്. ശക്തരും ബഹുമാനിക്കപ്പെടുന്നവരുമായിട്ട് നിൽക്കുമ്പോൾ മാത്രമേ സമാധാന ചർച്ചകൾക്ക് പ്രസക്തിയുള്ളൂ എന്ന് ഇറാൻ വ്യക്തമാക്കുന്നു. അമേരിക്കൻ അധിനിവേശത്തിനും ആക്രമണത്തിനും മുന്നിൽ മുട്ടുമടക്കി ഒരു സമാധാന കരാറിനും ഇറാൻ തയ്യാറല്ല. തങ്ങളുടെ വിജയം ലോകം മുഴുവൻ അംഗീകരിക്കുന്ന ഘട്ടത്തിൽ അഭിമാനത്തോടെ മാത്രമേ യുദ്ധം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുകയുള്ളൂ എന്ന് പ്രസിഡന്റ് പെഷഷ്ക്യാൻ അടിവരയിട്ട് പറഞ്ഞു. മേഖലയിൽ തങ്ങളുടെ അധികാരം ഉറപ്പിക്കാൻ അമേരിക്ക നടത്തുന്ന ശ്രമങ്ങൾ തിരിച്ചടിയാണെന്ന് വ്യക്തം. ഉപരോധങ്ങളും സൈനിക ഭീഷണികളും ഉപയോഗിച്ച് ഇറാനെ ഒറ്റപ്പെടുത്താമെന്ന അമേരിക്കയുടെ കണക്കുകൂട്ടലുകൾ തെറ്റുകയാണ്. ചുരുക്കത്തിൽ അമേരിക്കയുടെ ഏകപക്ഷീയമായ കടന്നുകയറ്റങ്ങൾക്കും സാമ്പത്തിക ഉപരോധങ്ങൾക്കും മുന്നിൽ പതറാതെ നിൽക്കുന്ന ഇറാന്റെ കാഴ്ചയാണ് ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇറാന്റെ പരമാധികാരത്തെയും വികസനത്തെയും തടയിടാൻ അമേരിക്ക എത്രത്തോളം ശ്രമിച്ചാലും ആത്മാഭിമാനമുള്ള ഒരു ജനതയുടെ ചെറുത്തുനിൽപ്പിനെ അടിച്ചമർത്താൻ കഴിയില്ല എന്ന ശക്തമായ മുന്നറിയിപ്പാണ് ഇറാൻ നൽകുന്നത്.